ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഫോണുകൾ വാങ്ങുമ്പോൾ വളരെ നല്ലവണ്ണം ഫോണുകൾ പെർഫോം ചെയ്യും. എന്നാൽ കുറേ നാളുകൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിനുള്ള 4 കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുമാണ്. ഫോൺ പെർഫോമൻസ് കുറയാനുള്ള ആദ്യത്തെ കാരണമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നമുക്കറിയാം, കമ്പനികൾ പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ വരുമ്പോൾ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ പുതിയ അപ്ഡേറ്റുകൾ നൽകാറുണ്ട്. അതായത് കിറ്റ്കാറ്റിൽ നിന്നും ലോലിപോപ്പിൽ നിന്നും മാഷ്മെലോയിൽ നിന്നും നോഗട്ട്, അങ്ങനെ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ഫോണിൽ ലഭിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ ചില പ്രോബ്ലംസ് ഉണ്ടാകാം. ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കാരണം ചിലപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് കുറയാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ കമ്പനി പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരുപക്ഷെ വേർഷൻ ആ മോഡലിന് വേണ്ടി കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് അല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ ഇതാണ്: നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ്രോയിഡ് വേർഷനിൽ അത് ഏതും ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് വേർഷനിൽ ഇപ്പോൾ ഉള്ള വേർഷനേക്കാളും കൂടുതൽ ഫീച്ചറുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് വേർഷനാണോ ആൻഡ്രോയിഡിൻ്റെ ഉപയോഗിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചു നോക്കുക. ആളുകൾ എന്തൊക്കെയാണ് അപ്ഡേറ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഫോൺ ഹീറ്റ് ആവുന്നുണ്ടോ, ഫോണിൻ്റെ ബാറ്ററി എങ്ങനെയാണ്, ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ പുതിയ അപ്ഡേറ്റിലേക്ക് പോകാവൂ. അല്ലാതെ ഒരു അപ്ഡേറ്റ് വരും തുടങ്ങി തന്നെ നിങ്ങളുടെ ഫോണിൽ ആ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ആ അപ്ഡേറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് വരും. അത് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാം. ഒരുപക്ഷെ ഫോൺ ഹീറ്റ് ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോണിൻ്റെ പെർഫോമൻസ് കുറയ്ക്കുന്ന രണ്ടാമത്തെ റീസണാണ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനുകളുടെ അപ്ഡേറ്റുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ ഡെവലപ്പേഴ്സിന് അറിയാം, മാർക്കറ്റിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോണുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഫോണുകളെ ബേസ് ചെയ്തായിരിക്കും കൂടുതൽ ആപ്ലിക്കേഷനുകളും അപ്ഡേറ്റുകൾ തരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിന് കമ്പാറ്റബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു നോക്കണം, ഈ ആപ്ലിക്കേഷനിൽ എന്താണ് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നത്, എന്താണ് പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്ഡേറ്റിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി കൂടുതൽ യൂസ് ആകത്തില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് തുടർന്നും യൂസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷന്റെ ഓട്ടോ അപ്ഡേറ്റ് മാറ്റിയിടാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഫോണിന്റെ പെർഫോമൻസ് കുറയ്ക്കുന്ന മൂന്നാമത്തെ റീസണാണ് നമ്മൾ ആവശ്യമില്ലാതെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ ചിലർ ചെയ്യാനുള്ള കാര്യമാണ് ഒരു ദിവസം 3-4 ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതൊന്ന് യൂസ് ചെയ്ത് നോക്കും, അത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യും. ചിലർ അൺഇൻസ്റ്റാളും ചെയ്തില്ല, ഫോണിൽ തന്നെ വെച്ചിരിക്കും. ഇങ്ങനെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഫോൾഡറുകൾ, ചില ഫയലുകൾ നമ്മുടെ ഫോണിൽ ബാക്കിയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഫയലുകളും ഫോൾഡറുകളും നമ്മുടെ ഫോണിൽ വരുന്നതിലൂടെ ഫോണിൻ്റെ മെമ്മറി റീഡ് റൈറ്റ് ചെയ്യുന്ന സമയം കൂടും. അത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗം ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഫോണിൻ്റെ പെർഫോമൻസ് കുറയാനുള്ള 4ാമത്തെ റീസൺ, നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫോണിൻ്റെ മെമ്മറിയും ഫുള്ളാകാൻ തുടങ്ങും. കാരണം നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാറുണ്ട്, അത് ഫോൺ മെമ്മറിയിൽ സേവ് ആകാറുണ്ട്, അല്ലെങ്കിൽ മെമ്മറി കാർഡിൽ സേവ് ആകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് മെമ്മറി കാർഡിലും ഫോൺ മെമ്മറിയിലും സേവ് ചെയ്യാറുണ്ട്, സോങ് സേവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ഫോണിൽ സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആകാൻ തുടങ്ങും. ഇങ്ങനെ മെമ്മറി ഫില്ലാകുന്നതിലൂടെ നമ്മുടെ ഫോണിൽ മെമ്മറിയിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യുന്നതിനും മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നതിനും കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോസസ്സിങ് കുറച്ച് സ്ലോ ആവും. അപ്പോൾ ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കൊരു സ്മൂത്ത് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. 3 മാസം കൂടുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാം. അതേപോലെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ, ഫയലുകൾ, ഫോൾഡറുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഫോൺ മെമ്മറിയിൽ നിന്നും ഫോൺ മെമ്മറി നിങ്ങൾക്ക് തികച്ചും ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക, അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഫോണുകൾക്കൊന്നും തന്നെ ഇത് ബാധകമല്ല. എന്നാൽ 16 GB 32 GB ഒക്കെ ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഫോണുകളിൽ മെമ്മറി മാനേജ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡിന് വളരെ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകളിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെയുള്ള പ്രോബ്ലം നിങ്ങളുടെ ഫോണിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയതിന് ശേഷം മാത്രമേ ഇതേപോലെയുള്ള അടുത്ത വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.